ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ ശമ്പളം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീയിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ 32 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി നൽകിയത്. ഓണം വന്നിട്ടും പട്ടിണിയിലാകേണ്ടി വരുമോ എന്നോർത്ത് കണ്ണീരൊഴുക്കിയ കുടുംബശ്രീ ജീവനക്കാരുടെ മുമ്പിലാണ് ദൈവദൂതനായി സുരേഷ് ഗോപി എത്തിയത്. ആലപ്പുഴയിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ വന്നതോടെയാണ് ഈ ഓണക്കാലത്ത് അവരുടെ ജീവിതം ഇരുളടയുന്ന സ്ഥിതിയുണ്ടായത്. ഓണമുണ്ണാൻ കയ്യിൽ കാശില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞ സ്ത്രീകളുടെ വിഷമം സുരേഷ് ഗോപിയുടെ മനസ്സിനെ സ്പർശിച്ചു. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറ. മോദി പൈസ തരുന്നില്ല എന്ന് പറ. അതല്ല, ഇവരുടെ ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ചെയ്യും. കൈയടിക്കാൻ വേണ്ടിയല്ല. രാഷ്ട്രീയമോ ഔദ്യോഗിക പദവികളോ ഒന്നും നോക്കാതെ ആ അമ്മമാരുടെയും തൊഴിലാളികളുടെയും കണ്ണീരൊപ്പാൻ സ്വന്തം കയ്യിൽ നിന്ന് 32 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി നൽകിയത്. സർക്കാർ തലത്തിലെ സാങ്കേതിക കുരുക്കുകളഴിഞ്ഞ് ശമ്പളം കിട്ടാൻ കാത്തുനിന്നാൽ ഇവരുടെ ഓണം പട്ടിണിയിലാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇത്രയും വലിയൊരു തുക കടമായി നൽകി സുരേഷ് ഗോപി മാതൃകയായത്. 32 ലക്ഷം രൂപ തൽക്കാലം താൻ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നും പണം ലഭിച്ചാൽ റീഫണ്ട് ചെയ്യണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ജനം, ആലപ്പുഴ.